ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ 11th ചാപ്റ്റർ ആയിട്ടുള്ള ബജറ്റ്സ്, ബജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോളാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഈ ഒരു ബുക്കിൽ, അതായത് കഴിഞ്ഞ 10th ചാപ്റ്റർ വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കോസ്റ്റ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് മെത്തേഡ്സ്, ഇതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ നമ്മുടെ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിലോട്ട് വരികയാണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണെന്ത്, പ്ലാനിങ്ങും കൺട്രോളും. ഓക്കെ, പ്ലാനിങ് എപ്പോഴും എന്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും, ഫ്യൂച്ചറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. കൺട്രോൾ എപ്പോഴും പാസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, നോക്കാം. ഇൻ ടുഡേയ്സ് കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് എ ബിസിനസ് എൻ്റർപ്രൈസ് ക്യാൻ സക്സീഡ് ഓൺലി വിത്ത് പ്ലാനിങ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിലും ബിസിനസ്സിന് നിന്ന് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, ഇഫ് എ ബിസിനസ് ഫെയിൽ ടു പ്ലാൻ, ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നതിൽ ഫെയിൽ വരുത്തിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് മീൻസ് ദാറ്റ് ബിസിനസ് ഇസ് പ്ലാനിങ് ടു ഫെയിൽ, അതായത് അവർ പ്ലാൻ ചെയ്യുന്നത് ഫെയിലാണെന്നാണ് അർത്ഥം. ആൻഡ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോൾ 2 ടെക്നിക്സ് ആർ യൂസ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ പ്ലാനിങ്ങും കൺട്രോളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ടെക്നിക്സ് ആണ് ഇനി ഈ ഒരു ചാപ്റ്ററിലും ഇനി വരുന്ന നെക്സ്റ്റ് ചാപ്റ്ററിലും നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ടെക്നിക്സ് ആണ്. ദേ ആർ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കോസ്റ്റിംഗ്. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും നെക്സ്റ്റ് എന്ത് കോസ്റ്റിംഗ് ആണ്? ബഡ്ജറ്ററി കോസ്റ്റിങ്ങുമാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ബഡ്ജറ്ററി കോസ്റ്റിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ ഓക്കെ ആദ്യം തന്നെ നമുക്ക് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ബജറ്റ്, ബജറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും മീനിങ് എന്താണെന്നും നോക്കാം. ദ ടേം ബജറ്റ് ഹാവ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ബൊയുഗെറ്റ്. ഓക്കെ, ഇറ്റ് മീൻസ് ലെതർ ബാഗ് ഇൻ ടു വിച്ച് ഫണ്ട് ആർ അപ്രോപ്രിയേറ്റഡ് ടു മീറ്റ് ദ ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻസസ്. അപ്പം ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേർഡ് വന്നിട്ടുള്ളത് ബൊയുഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ലെതർ ബാഗ്, അതെന്താണ്, അതിൽ ക്യാരി ചെയ്യുന്നത് എന്താണ്, നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് മീറ്റ് ചെയ്യാനുള്ള, അതായത് ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് ആണ് എന്ത്, ഇത് ക്യാരി ചെയ്യുന്ന ഒരു ലെതർ ബാഗായിട്ടാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. എ ബജറ്റ് സിംപ്ലി മീൻസ് എ ഫിനാൻഷ്യൽ പ്ലാൻ. ഇതാണ് ഇതിൻ്റെ മെയിൻ. ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫിനാൻഷ്യൽ പ്ലാൻ. ഇറ്റ് ഈസ് എ പ്ലാൻ എക്സ്പ്രസ്ഡ് ഇൻ മണി. മണിയുടെ രൂപത്തിൽ, അതായത് ക്യാഷിൻ്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്ലാനാണ് എന്ത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഓഫ് എ ബിസിനസ് ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. എന്താണ്? ഒരു ബിസിനസ്സിന് ഒരു ഇത്ര കാലത്തേക്ക് അവർ എടുക്കുന്ന ഒരു ഡീറ്റെയിൽഡ് പ്ലാനാണ് എന്ത്, ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, in business a budget may be defined as a statement showing the expected income and expenditure for a definite future period. അപ്പോൾ ബജറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു പ്ലാനിങ് ആണ്. ഇപ്പോൾ ഒരു ബിസിനസ്സിന് 1 ഇയറിലോട്ട് അവർക്ക് എന്തൊക്കെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവും, അത് അവരെന്ത് ചെയ്യുക, ഫ്യൂച്ചറിലേക്ക് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്യുക. അതിനനുസരിച്ചായിരിക്കും അവരവരുടെ ബജറ്റ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ബജറ്റായാലും എല്ലാത്തിനും എന്താണ്, ഒരു പാസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്യൂച്ചറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻകംസും എക്സ്പെൻഡിച്ചേഴ്സും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. അതിനെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബജറ്റ് എന്ന് പറയുന്നത് എത്രയോ ആണ്. ഇറ്റ്സ് എ ഫിനാൻഷ്യൽ പ്ലാൻ ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മണി. മണിയുടെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്ലാനാണെന്ത്, ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബജറ്റിംഗ് എന്താണെന്നാണ്. ഓക്കെ, ബജറ്റിംഗ് എന്താ നോക്കാം. ബജറ്റിംഗ് സിംപ്ലി മീൻസ് പ്രിപ്പയറിംഗ് ബജറ്റ്സ്. ബജറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദി ബജറ്റ്. എന്താണ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് ഓപ്പറേറ്റ് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. ജബാറ്റീസ് സേ ദ എൻറ്റയർ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ദ ബജറ്റ് ഇസ് നോൺ ആസ് ബജറ്റിംഗ്. ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ എന്തൊക്കെ പ്രോസസ്സ് ഇൻവോൾവ് ആണോ അതിനെ നമ്മൾ എന്താണ് പറയുക,
ബഡ്ജറ്റിംഗ് എന്നാണ് പറയുക. അപ്പോൾ ഒരു ഡെഫിനിഷനും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബഡ്ജറ്ററി കൺട്രോൾ എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ബഡ്ജറ്ററി കൺട്രോൾ ഈസ് എ സിസ്റ്റം ഓഫ് യൂസിങ് ബഡ്ജറ്റ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ മാനേജ്മെൻറ്റ് ഫങ്ഷനെ എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റ് ഫങ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്ന്, അത് ഈ ബഡ്ജറ്റ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, ബഡ്ജറ്ററി കൺട്രോൾ ഈസ് എ സിസ്റ്റം ഓഫ് യൂസിങ് ബഡ്ജറ്റ്സ്. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബഡ്ജറ്റ്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുക, ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ദി കോസ്റ്റ്. ഓർഗനൈസേഷൻ്റെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുക, കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കാം. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കൺട്രോളിങ് കോസ്റ്റ് വിച്ച് ഇൻക്ലൂഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്, കോർഡിനേറ്റിംഗ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റെസ്പോൺസിബിലിറ്റീസ്, comparing actual performance with that budgeted and acting upon the result to achieve the maximum profitability. എന്തൊക്കെയാണ് ഇത് ഇൻവോൾവ് ചെയ്യുന്നത്? ഒന്ന്, കൺട്രോളിങ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക, പിന്നെ കോർഡിനേറ്റിംഗ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുക, റെസ്പോൺസിബിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പിന്നെ നമ്മൾ ആക്ച്വൽ പെർഫോമൻസും അതിൻ്റെ സ്റ്റാൻഡേർഡ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുക, എന്നിട്ട് ഇതിനൊക്കെ അനുസരിച്ച് ആക്ട് ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച മാക്സിമം പ്രോഫിറ്റബിലിറ്റി നമുക്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, കോസ്റ്റിംഗ് കൺട്രോൾ എന്ന് പറയണത്, അല്ലെങ്കിൽ ബഡ്ജറ്ററി കൺട്രോളിംഗ് എന്ന് പറയണത്. ഓക്കെ, ഇനി ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. ബഡ്ജറ്ററി കൺട്രോളിംഗ് ഈസ് എ ടൂൾ ഫോർ മാനേജ്മെൻറ്റ് യൂസ്ഡ് ടു പ്ലാൻ, ക്യാരി ഔട്ട് ആൻഡ് കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് ബിസിനസ്. അപ്പോൾ ഈ ഒരു ഡെഫിനേഷനും പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ആണ്. ഇതിനെ ഇനി ഒന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് എ പ്ലാൻ ആണ്. ഓക്കെ, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് എ പ്ലാൻ, ബട്ട് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് എ പ്രോസസ് ഓഫ് പ്രിപ്പയറിങ് ദി ബഡ്ജറ്റ്. ഓക്കെ, ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി വെൻ ദ ബഡ്ജറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺട്രോൾ പർപ്പസ്, ബഡ്ജറ്റ് നമ്മൾ കൺട്രോൾ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും, ഇറ്റ് ബിക്കം എ ബഡ്ജറ്ററി കൺട്രോൾ. ഓക്കെ, ഇവിടെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് എമംഗ് ദി ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. 3 തരത്തിൽ നമ്മൾ ഇതിനെ 3നെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ബേസിൽ നിങ്ങളിതൊന്ന് വായിച്ച് നോക്കുക. ഈ കമ്പാരിസൺ ഒന്ന് നിങ്ങൾ തന്നെ സ്വന്തക്ക് വായിച്ച് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് ഇൻവോൾവ്ഡ് ഇൻ ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ഇനി എന്താണ് ബഡ്ജറ്റിങ്ങിൻ്റെ സ്റ്റെപ്പ്, അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് കൺട്രോളിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷിംഗ് ദി ബഡ്ജറ്റ് ഫോർ ഈച്ച് സെക്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. ഓരോ ഓർഗനൈസേഷനും ഓരോ സെക്ഷൻസ് ഉണ്ടാവും, അവരിലേക്കൊക്കെ എന്ത് ചെയ്യുക, ബഡ്ജറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ റെക്കോർഡിംഗ് ദി ആക്ച്വൽ പെർഫോമൻസ്, എന്താണോ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് അത് റെക്കോർഡ് ചെയ്യുക. ദെൻ കമ്പയറിംഗ് ദ കണ്ടിന്യൂസ്ലി ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദി ബഡ്ജറ്റഡ് പെർഫോമൻസ്, അതായത് നമ്മൾ ഇപ്പം റെക്കോർഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷനിൽ വന്നിരിക്കുന്ന ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബഡ്ജറ്റിനെ കൊണ്ട് കമ്പയർ ചെയ്യുക. അതായത് ബഡ്ജറ്റഡ് പെർഫോമൻസിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കമ്പയർ ചെയ്യുക. ദെൻ കാൽക്കുലേറ്റിംഗ് ദ ഡിഫറൻസ് ഓർ വാരിയൻസ് ബിറ്റ്വീൻ ദി ബഡ്ജറ്റഡ് പെർഫോമൻസ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ്. ഇനി നമ്മൾ കമ്പയർ ചെയ്തതിന് ശേഷം ഇത് തമ്മിൽ എന്തെങ്കിലും വാരിയൻസ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് എന്തെങ്കിലും വാരിയൻസ് വരുന്നുണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്ത് തമ്മിലാണ് നോക്കേണ്ടത്, ബഡ്ജറ്റഡ് പെർഫോമൻസും അതേപോലെ ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ. ഓക്കെ, ദെൻ അനലൈസിങ് ദ കോസ്റ്റ് ഫോർ സച്ച് ഡിഫറൻസ് ഓഫ് വാരിയൻസ്. ഇങ്ങനത്തെ വാരിയൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ അനലൈസ് ചെയ്യുക. ദെൻ ഫർണിഷിംഗ് ബഡ്ജറ്റ് റിപ്പോർട്ട് ടു ടോപ്പ് മാനേജ്മെൻറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബഡ്ജറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് ടോപ്പ് മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ
ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ വെൻ നെസസറി. ഇപ്പം നമ്മൾ പറഞ്ഞു ഇങ്ങനത്തെ വാരിയൻസ് ഉണ്ടെങ്കിൽ ആ വാരിയൻസിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ ആവശ്യമായിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, റിവൈസിങ് ദ ബജറ്റ് ഇഫ് നെസസറി. അത്ര നെസസറി ആണെങ്കിൽ ബജറ്റ് പിന്നെ എന്ത് ചെയ്യുക, ഒന്നും കൂടിയും റിവൈസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് എന്ത് ബജറ്റിംഗ് ഓർ ബജറ്ററി കൺട്രോളിൻ്റെ മെയിൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ബജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലുള്ള ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു. പിന്നെ അൺസർട്ടനിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ്, ടു ഡയറക്റ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു അച്ചീവ് ഗോൾസ്. അതായത് ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷനിലുള്ള ഇൻഡിവിജ്വൽസിനെയും അതേപോലെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാനുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ടു പ്ലാൻ ആൻഡ് കൺട്രോൾ ദ ഇൻകം ആൻഡ് എക്സ്പെൻസസ് സോ ആസ് ടു അറ്റൈൻ ദ മാക്സിമം പ്രോഫിറ്റബിലിറ്റി. പിന്നെന്താണ് പ്ലാൻ ആൻഡ് കൺട്രോൾ. എന്താണ് പ്ലാൻ ചെയ്യുന്നത്, എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? ഇൻകം എത്ര വേണമെന്നും ഇൻകം എത്രയാണെന്നും എക്സ്പെൻസസ് എത്രയാണെന്നും ഉള്ളതിൽ ഒരു പ്ലാനിങ്ങും ഒരു കൺട്രോളും കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അറ്റൈനിങ് ദ മാക്സിമം പ്രോഫിറ്റബിലിറ്റി. ദെൻ ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് വാരിയസ് ഇൻഡിവിജ്വൽസ് ഇൻ ദി ഓർഗനൈസേഷൻ. പിന്നെ എന്താണ് ചെയ്യുന്നത്, ഓർഗനൈസേഷനിൽ ഉള്ള ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. അതായത് കുറേ നമ്മുടെ എംപ്ലോയീസ്, ഇവരൊക്കെയാണ് ഇൻഡിവിജ്വൽസിൽ ഉൾപ്പെടുക. ഇവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, ടു ഡയറക്റ്റ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻ ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ മാനർ. പിന്നെ ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എന്ത് ചെയ്യുന്നു, മോസ്റ്റ് പ്രോഫിറ്റബിൾ മാനറിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ടു ഇംപ്രൂവ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് കോസ്റ്റ് സെൻറ്റേഴ്സ്. ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും അതേപോലെ കോസ്റ്റ് സെൻറ്റേഴ്സിൻ്റെയും ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യിക്കുക എന്നുള്ളത് മറ്റൊരു ഒബ്ജക്റ്റീവാണ്. ദെൻ ടു എലിമിനേറ്റ് വേസ്റ്റേജ് ഓഫ് ഓൾ കൈൻഡ്സ് ടു ഇംപ്രൂവ് ദ എക്കണോമി ആൻഡ് എഫിഷ്യൻസി. എല്ലാ തരത്തിലുണ്ടാവുന്ന വേസ്റ്റേജുകളും എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമാണ്. പിന്നെ എന്താണ്, ടു എൻഷ്യൂർ ദാറ്റ് സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് അവൈലബിൾ ഫോർ ദ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. പിന്നെന്താണ് ഉറപ്പുവരുത്തുന്നത്, നമുക്ക് റൂട്ടീനായിട്ട് വർക്ക് ചെയ്യാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഓർഗനൈസേഷനിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. അതാണ് പിന്നെ ടു പ്രൊവൈഡ് എ യാർഡ് സ്റ്റിക്ക് എഗെയിൻസ്റ്റ് വിച്ച് ആക്ച്വൽ റിസൾട്ട് ക്യാൻ ബി കമ്പയർ. പിന്നെന്താണ്, യാർഡ് സ്റ്റിക്കിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുക, ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തതിന് വേണ്ടി അതിൻ്റെ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ടു ഷോ ദ മാനേജ്മെൻറ്റ് വേർ ആക്ഷൻസ് ഈസ് നീഡഡ് ടു കറക്റ്റ് ഇൻഎഫിഷ്യൻസി. പിന്നെന്താണ്, നമ്മുടെ ഓർഗനൈസേഷനിൽ എവിടെയാണോ ഇൻഎഫിഷ്യൻസീസ് ഉള്ളത് ആ ഏരിയാസ് മാനേജ്മെൻറ്റിന് കാണിച്ചു കൊടുക്കാനും അതിന് കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളതുമാണ് മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസെൻഷ്യൽസ് ഓഫ് എഫക്റ്റീവ് ബഡ്ജറ്ററി കൺട്രോളാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഒരു ബഡ്ജറ്ററി കൺട്രോൾസിൻ്റെ എസെൻഷ്യൽസ്? ഫസ്റ്റ് വൺ, സപ്പോർട്ട് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. കാരണം എങ്ങനെയാണ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുക? നമ്മൾ ഈ ഒരു ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിന് എന്തായിരിക്കണം, നമ്മുടെ ഓർഗനൈസേഷൻസിൻ്റെ എല്ലാ മെമ്പേഴ്സിൻ്റെയും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അവർ മൊത്തമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് കോപ്പറേഷനിലോട് കൂടിയിട്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ടോപ്പ് ലെവലിൽ നിന്നും നമുക്ക് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ദെൻ ക്ലിയർ ആൻഡ് റിയലിസ്റ്റിക് ഗോൾ. പിന്നെ മറ്റൊരു എസെൻഷ്യൽസ് ആണ്, for the successful budgeting and its systematic implementation, it is essential that the goal should be clear and realistic. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഗോള് ക്ലിയറുമായിരിക്കണം റിയലിസ്റ്റിക്കും ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രം നമുക്ക് ബഡ്ജറ്റിംഗ് എന്താവാൻ പറ്റുള്ളൂ, സക്സസ്ഫുള്ളായിട്ടും അത് സിസ്റ്റമാറ്റിക് ആയിട്ടും ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേണ്ടത് ഒരു ആഡിക്വേറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം.
ദെൻ മിനിമം കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ എന്താണ് പറയുന്നത്, ദ സിസ്റ്റം ഷുഡ് നോട്ട് കോസ്റ്റ് മോർ ദാൻ ഇറ്റ്സ് വർത്തിനേക്കാളും കൂടുതലായിട്ട് കോസ്റ്റ് ഉണ്ടാവരുത്. ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് ഓഫ് ദി ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ഓൾവേസ് എന്താണ്, മാക്സിമൈസേഷൻ ഓഫ് ദി പ്രോഫിറ്റ്. പിന്നെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ എന്താണോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അത് ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് തമ്മിൽ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ദ എംപ്ലോയീസ് മസ്റ്റ് ബി ഗിവൺ ദ കണ്ടിന്യൂസ് ബഡ്ജറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ. ഇതിനെക്കുറിച്ച് എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബഡ്ജറ്റ് എഡ്യൂക്കേഷൻസും ഓറിയൻറ്റേഷനും ഒക്കെ എംപ്ലോയീസിന് കൊടുക്കണം. ഫോർ ദ സക്സസ്ഫുൾ ബഡ്ജറ്റിംഗ് there should be a free communication throughout the organization in order to make them active, interested and budgetary control program. അപ്പോൾ ഇത് എന്താണ്, ആക്റ്റീവ്ലി അവരുടെ ഇടയിൽ ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ത്രൂ ഔട്ട് ഒരു ഫ്രീ കമ്മ്യൂണിക്കേഷൻ എല്ലാത്തിനെ കുറിച്ചും എംപ്ലോയീസിൽ എത്തിക്കണം. ഓക്കെ, പിന്നെ ടൈംലി റിപ്പോർട്ടിംഗ്, അതത് ടൈമിങ്ങിലായിരിക്കണം ഇത് എന്ത് ചെയ്യേണ്ടത്, മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഫ്ലെക്സിബിലിറ്റി ആണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ഷുഡ് ബി കെപ്റ്റ് ഫ്ലെക്സിബിൾ. ഒരിക്കലും തന്നെ റിജിഡ് ആക്കാൻ പറ്റില്ല. നമ്മുടെ ഓർഗനൈസേഷനിലെ സർക്കംസ്റ്റാൻസസിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തുകയും വേണം. ദെൻ സൗണ്ട് ഓർഗനൈസേഷൻ, ദ ഓർഗനൈസേഷൻ ഇസ് നീഡഡ് ഫോർ സക്സസ്ഫുൾ ബഡ്ജറ്ററി കൺട്രോൾ. ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് മാനേജർ ഷുഡ് ബി ക്ലിയർലി ഫിക്സഡ്. അപ്പം എന്തായിരിക്കണം, ഒരു സൗണ്ട് ഓർഗനൈസേഷൻ ആയിരിക്കണം. ആ സൗണ്ട് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ അവരുടെ അതോറിറ്റിയോ റെസ്പോൺസിബിലിറ്റിയോ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ക്ലിയർലി ഫിക്സഡ് ആയിരിക്കണം. ആരൊക്കെയാണ്, എന്തൊക്കെ അതോറിറ്റിയാണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് ഉള്ളതെന്ന് അവർ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് നമ്മൾ സൗണ്ട് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദ ബഡ്ജറ്റ് കമ്മിറ്റി മേ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഓക്കെ, പിന്നെന്താണ്, ബഡ്ജറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് എസെൻഷ്യൽസ് ഓഫ് ദി ബഡ്ജറ്ററി കൺട്രോൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബഡ്ജറ്റ് എന്താണ്, ബഡ്ജറ്റിംഗ് എന്താണ്, ബഡ്ജറ്ററി കൺട്രോൾ എന്താണ്, സ്റ്റെപ്സ്, ദെൻ ഒബ്ജക്റ്റീവ് ആൻഡ് എസെൻഷ്യൽസ്. ഓക്കെ, താങ്ക് യു.